തിരുവചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എന്ത് ധൈര്യത്തോടെയാണ് ഈശോ പറയണത്! ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. ധൈര്യമായിട്ട് നമുക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ഓർക്കാറുണ്ട്, ശാന്തശീലനാണ്, ഞാൻ ശാന്തശീലനാണ്, ഞാൻ വിനീത ഹൃദയനാണ് എന്ന് പറഞ്ഞാൽ എന്നിലെപ്പോഴും ശാന്തതയുണ്ട്, എന്നിലെപ്പോഴും വിനീത മനോഭാവമുണ്ട്. വിനീത ഭാവം, എളിയ മനോഭാവം അതുണ്ടെന്ന് വലിയ ധൈര്യത്തോടെ ഉറപ്പോടെ ഈശോ പറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്ക്, എന്നെ കണ്ടു പഠിക്ക്, എൻ്റെ ഈ രീതികൾ കണ്ടു പഠിക്ക്. ഈശോ ശിഷ്യ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രംഗമാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ. ഈശോയുടെ ജീവിതത്തിലെ വലിയ ഒരു ശൈലിയായിരുന്നു ശാന്ത സ്വഭാവം. എപ്പോഴും ശാന്തമാണ്, എപ്പോഴും ശാന്തമായിട്ടാണ് ഈശോ ഇടപെടാറുള്ളത്. വളരെ എളുപ്പത്തിൽ ഇതെപ്പോഴാണ് ഈ ശാന്തത ഈശോയുടെ ജീവിതത്തിൽ കാണുക എന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം കയ്യഫാസിൻ്റെ അരമനയിലൊക്കെ നിൽക്കുന്ന ഈശോ. കയ്യഫാസിൻ്റെ സേവകർ വളരെ ക്രൂരമായിട്ട് ഈശോയെ മർദ്ദിക്കുമ്പം, പീഡിപ്പിക്കുമ്പം, വേദനിപ്പിക്കുമ്പം പ്രതികരിക്കാതെ നിൽക്കുന്ന ഈശോ ശാന്ത സ്വഭാവത്തിൻ്റെ ഉറവിടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈശോ കുരിശ് വഹിച്ചുകൊണ്ടൊക്കെ പോകുന്നതിന് മുൻപ് അവർ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. മുൾമുടി തലയിൽ വെച്ചിട്ട് കയ്യിലൊരു വടിയൊക്കെ കൊടുത്തിട്ട് അവർ മുഖത്തടിക്കുന്നു, തുപ്പുന്നു, കണ്ണ് മൂടിക്കെട്ടിയിട്ട് നിന്നെ അടിച്ചത് ആരാന്ന് പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു രംഗമാണ്. വലിയ വിധത്തിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിന്നുകൊണ്ട് പൊതിയുന്ന ഒരു സമയമൊക്കെയുണ്ട്. ഈശോ ഒന്നും മിണ്ടുന്നില്ല. വാക്കുകൾ കിട്ടാത്തതുകൊണ്ടല്ല, സംസാരിക്കാൻ, പ്രകടിപ്പിക്കാൻ വികാരങ്ങൾ ഉള്ളിൽ നിറയുന്നുണ്ട്. പക്ഷേ ഈശോ പ്രതികരിക്കുന്നില്ല, നിശബ്ദത പാലിക്കാൻ. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ എന്തേ ഒന്നും മിണ്ടാത്തത്? ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് നീ എന്തേ ഒന്നും പറയാത്തത്? നിനക്കൊന്നും പറയാൻ കിട്ടുന്നില്ലേ? പിലാത്തോസ് വിസ്മയിക്കുകയാണ്. അങ്ങനെയാണ് വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിലാത്തോസ് യേശുവിൻ്റെ നിശബ്ദത കണ്ടിട്ട് വിസ്മയിച്ചു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈശോ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ പറയുന്നത് സത്യമാണോ? ചോദ്യം ചോദിച്ചിട്ടും ഈശോ മിണ്ടുന്നില്ല. ശാന്തത ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. എപ്പോഴും ശാന്തമായിരുന്നു. ഈശോ തുടക്കം മുതൽ അവസാനം വരെയും ശാന്ത സ്വഭാവത്തിൻ്റെ ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. എത്ര വലിയ ഞെരുക്കത്തിലൂടെ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും, പ്രകോപനങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഈശോ ശാന്തത നഷ്ടപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധി പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു നല്ല സ്വഭാവ ഗുണമാണ് ശാന്തത. അത് നമുക്ക് കൈമോശം വന്നു പോകാൻ എളുപ്പം സാധ്യതയുള്ള ഒരു മേഖലയുമാണ്. എളുപ്പം നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു അവസ്ഥാവിശേഷവുമാണ് ഈ ശാന്തത. ആഗ്രഹമുണ്ട് ശാന്തമാകണമെന്ന്, ആഗ്രഹമുണ്ട് എല്ലാവരുടെ മുമ്പിലും ശാന്തമായിട്ട് പെരുമാറണമെന്ന്. പക്ഷേ ആഗ്രഹിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെയും നമ്മൾ വീണു പോകും. എന്തൊക്കെയാ പെരുമാറുക, എങ്ങനെയൊക്കെയാ സംസാരിക്കുക അറിയത്തില്ല. നമുക്ക് നമ്മുടെ തന്നെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതകളേറെയാണ്. പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ജീവിതത്തിലും ഈ ശാന്ത സ്വഭാവം ഇടയ്ക്കൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു ശാന്ത സ്വഭാവം നഷ്ടപ്പെട്ടാലോ പെട്ടെന്ന് തന്നെ മനസ്സിടിയും, പിന്നെ അല്പം പോലും മുന്നിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിലിരുന്നിട്ട് തിന്മ പറയും, നീ ഇപ്പം തന്നെ ദേഷ്യപ്പെട്ട ആളല്ലേ, ഇപ്പം തന്നെ ഒച്ച വെച്ച മനുഷ്യനല്ലേ, ഇപ്പം തന്നെ നീ വല്ലാണ്ട് കുറ്റപ്പെടുത്തിയ ആളല്ലേ, പിന്നെ എങ്ങനെയാണ് നിനക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? പുറകോട്ട് വലിയും. നമ്മൾ പോലും അറിയാതെ പതുക്കെ 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 പിന്തിരിഞ്ഞ് എല്ലാ നന്മയിൽ നിന്നും, എല്ലാ വിശുദ്ധമായ ജീവിത രീതികളിൽ നിന്നും പുറകിലേക്ക് പിന്മാറാൻ ഏറെ സാധ്യതയുണ്ട്. ശാന്തത എന്നത് വലിയൊരു പുണ്യമാണ്. ശാന്തത ഏറെ നമ്മളെ സഹായിക്കും. ഈശോയിൽ മാത്രം നോക്കിയാൽ മതി, ഈശോയുടെ രീതികൾ മാത്രം നോക്കിയാൽ മതി. എളുപ്പമാണ് നമുക്ക് ശാന്തമായ ജീവിതം നയിക്കാൻ, ശക്തി സംഭരിക്കാൻ. ഈശോ പാപിനിയായ സ്ത്രീയുടെ അടുത്ത് പെരുമാറിയത് നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും വന്നു പാപിനിയായ സ്ത്രീ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട്. അവരുടെയൊക്കെ കയ്യിൽ ഓരോ ഉണ്ടങ്കല്ലും ഉണ്ട്. എന്തിനാണ്? ഈ സഹോദരിയെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവരൊന്നടങ്കം പറഞ്ഞത് ഇവള് വലിയ പാപിനിയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ നിയമം. നീ എന്താ പറയണത്? ഈശോ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം ഈശോ മിണ്ടി കൊടുത്തിട്ടില്ല. അരിശം വന്നിട്ടുണ്ട് ഈശോയ്ക്ക് നന്നായിട്ട്. ആ സഹോദരിയുടെ പാപം കണ്ടിട്ടും അരിശം വന്നിട്ടുണ്ടാവും. കൂടെ കല്ലെറിയാൻ വരുന്നവരെ കണ്ടപ്പം അതിലേറെ അരിശവും ദേഷ്യവും ഈശോയ്ക്ക് വന്നിട്ടുണ്ടാവും. ഈശോ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടാതിരുന്നു.
ഈശോ നിശബ്ദത ഒരായുധമായിട്ട് മാറ്റുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞപ്പം അവരെല്ലാവരും ഇങ്ങനെ മിഴിച്ചു നോക്കാൻ തുടങ്ങി. എന്താ ഈശോ ഒന്നും പറയാത്തത്, എന്താ ഈശോ ഒന്നും പ്രതികരിക്കാത്തത്, എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഇട്ടിട്ട് കൊടുക്കണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമായി. കല്ലൊക്കെ താഴിട്ടിട്ട് എല്ലാവരും സ്ഥലം വിട്ടുപോയി. ഒരാളും അവിടെ അവശേഷിച്ചില്ല. ആ മകളോട് ഈശോ പറയാൻ, ആരും വിധിച്ചില്ലേ മോളെ, നിന്നെ ആരും വിധിച്ചില്ലേ? എത്ര ശാന്തമായിട്ടാണ് ഈശോ ചോദിച്ചത്. ആരും നിന്നെ വിധിച്ചില്ലേ? വേണമെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു, അതേ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത്, മേലാൽ ഈ വക പണിക്ക് പോയേക്കല്ലേ, കുറച്ചുകൂടെയൊക്കെ ഒരു ശ്രദ്ധ വേണം കേട്ടോ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിശുദ്ധമായിട്ട് ജീവിക്കണം കേട്ടോ, ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഈശോയ്ക്ക് പറയായിരുന്നു. പക്ഷേ ഈശോ ശാന്തത കൈവെടിയാതെ സിമ്പിളായിട്ട് പറയാൻ, വളരെ സ്നേഹത്തോടെ പറയാൻ, ആരും വിധിച്ചില്ല അല്ലേ? ഇല്ല ഈശോ, ആരും വിധിച്ചില്ല, ഞാനും വിധിക്കുന്നില്ല. സമാധാനത്തോടെ പോ, മേലിൽ പാപം ചെയ്യരുത് കേട്ടോ, മേലിൽ ഈ വഴിയിലേക്ക് പോകരുത് കേട്ടോ. അത് സ്നേഹത്തോടെ പറയാം. ഈശോ ഒരിക്കലും ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുകയില്ല. ഈശോ ഒരിക്കലും തകർന്നു വന്നൊരു ജീവിതത്തെ നോക്കിയിട്ട് ഈശോ അങ്ങനെ ശാസിക്കുന്നത് നമ്മൾ ഒരിക്കലും കാണുകയില്ല. മറ്റൊരവസരം ഓർക്കുന്നില്ലേ? സമരിയാക്കാരി സ്ത്രീ, സമരിയാക്കാരുമായിട്ട് പൊരിഞ്ഞ യുദ്ധമാണ് യഹൂദര്. അവരൊരിക്കലും സമരിയക്കാരായിട്ട് ചേർന്ന് പോകുകയല്ല, കണ്ടാൽ മിണ്ടുകയല്ല, നോക്കിയാൽ ചിരിക്കുകയല്ല, ഒന്നും മിണ്ടാത്തൊരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് ഈ സമരിയക്കാരിയെ മാനസാന്തരപ്പെടുത്താൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഈശോ തീരുമാനിക്കുക. അങ്ങനെ യാക്കോബിൻ്റെ കിണർ വരെ നടന്ന് കിണറിൻ്റെ തീരത്തെത്തിയപ്പം തളർന്നിരുന്നു എന്നാണ് വചനത്തിൽ എഴുതിയിട്ടുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, ഈ സമരിയക്കാരിയെ നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെടുന്നത്. ശാന്തത നഷ്ടപ്പെടുത്തിയിട്ടില്ല ഈശോ. നടന്നു വന്നതിൻ്റെ ക്ഷീണം ഉണ്ട് എങ്കിലും ആ ക്ഷീണം ഒന്നും ഈശോ ആരെ അറിയിക്കുന്നില്ല, ആ തളർച്ചയൊന്നും ഈശോ ആരെ അറിയിക്കുന്നില്ല. സമരിയക്കാരിയെ കണ്ടപ്പം എല്ലാവർക്കും അറിയാം അവൾ ഇത്തരക്കാരിയാണെന്ന്, അവളിൽ കുറവുണ്ടെന്ന്, അവളിൽ പാപമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ആരും സംസാരിക്കാനും പോകാറില്ല, അവളും ആരുടെ അടുത്തും സംസാരിക്കാറില്ല. കുറേ ലോകത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട് അവളുടെ മനസ്സാകെ അസ്വസ്ഥമാണ്, ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ എടുത്തടിച്ച പോലെ മറുപടി. അവളുടെ ഒരു മറുപടി കേട്ടാൽ പിന്നെ ആരും ഒരു അടുത്ത ചോദ്യം ചോദിക്കാൻ തയ്യാറാകുകയില്ല. അതുപോലെ അവൾ മറുപടി പറയും. കാരണം ഉള്ളിൽ മുഴുവൻ അരിശാൻ, ഉള്ളിൽ മുഴുവൻ ദേഷ്യമാണ്, സർവ്വരോടും വിദ്വേഷാൻ. അതുകൊണ്ട് തന്നെ ആരും സംസാരിക്കാൻ താല്പര്യപ്പെടാറില്ല. ഈ സഹോദരി ആകട്ടെ ഉച്ചയ്ക്ക് ആരും കാണാതിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കിണറിൻ്റെ കരയിൽ, കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം കോരാൻ വരികയാണ്. ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോ കണ്ടപാടെ മനസ്സിലായി ഇതാണ് താൻ കാത്തിരുന്ന വ്യക്തി. ഈശോ ഉടനെ ചോദിക്കാൻ, അല്പം വെള്ളം തരുമോ, ഒന്ന് കുടിക്കാൻ? വളരെ വളരെ എന്താ പറയുക, ലളിതമായ രീതിയിൽ ഈശോ ആ സഹോദരിയോട് ഇടപെടുക. ശാന്തമായ രീതി. അരിശപ്പെട്ടിട്ടോ, ദേഷ്യപ്പെട്ടിട്ടോ, വാശി കാണിച്ചിട്ടോ, ഇഷ്ടക്കേട് കാണിച്ചിട്ടോ, മുഖം വാടിയിട്ടോ, കണ്ണ് നിറഞ്ഞിട്ടോ അല്ല. ഈശോ വളരെ ശാന്തമായി എന്നാൽ വലിയ സ്നേഹത്തോടെ, അല്പം വെള്ളം തരുമോ കുടിക്കാൻ, ദാഹിച്ചിട്ട് മേല. അവൾ വെള്ളം കൊടുത്തു. പിന്നെ അങ്ങ് സംസാരം ആരംഭിക്കുകയാണ്. വെള്ളം ചോദിച്ച പാടെ അവളുടെ പ്രതികരണം നമുക്കറിയാം. നീ ആര്? യഹൂദൻ, ഞാനൊരു സമരിയക്കാരി, എന്താ നമ്മൾ തമ്മിൽ ബന്ധം? നീ എന്തിനാ എന്നോട് വെള്ളം ചോദിക്കണത്? അവൾ വളരെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. ഈശോ വിട്ടുകൊടുത്തില്ല. ശാന്തമായിട്ട് തന്നെ ഒരു 3-4 ചോദ്യങ്ങളിലൂടെ, 3-4 വാചകങ്ങളിലൂടെ ഈശോ അവളെ അങ്ങ് കയ്യിലെടുക്കുകയാണ്. അല്പസമയം കഴിയുമ്പം വായിച്ചു വരുമ്പം നമുക്ക് കാണാൻ പറ്റും ഈ സമരിയാക്കാരി ആ പ്രദേശത്തുള്ള സർവരെയും അതിജീവിച്ചിട്ട് അവരുടെയൊക്കെ മുമ്പിലേക്ക് എത്തുന്ന പോലെ ഇവൾ വലിയ പ്രേക്ഷിതയായിട്ട് മാറി. അവൾ എന്തിനാ വന്നതെന്ന് പോലും മറന്നുപോയി. പാവം ആ കൊടൊക്കെ അവിടെ ഇട്ടു. അവൾ ഓടുകയാണ് എല്ലാവരുടെ അടുത്തേക്ക്. ദേ ഞാൻ ഈശോയെ കണ്ടു, നിങ്ങൾ കാണ്. ദേ ഞാൻ ഈശോ പറയണതൊക്കെ കേട്ടു, നിങ്ങളും വന്ന് കേൾക്ക്. അവൾ വലിയ പ്രേക്ഷിതയായി. അത് ഈശോയുടെ വലിയൊരു രീതിയാണ്. ശാന്തതയോടെയുള്ള പെരുമാറ്റം. എടുത്തുചാട്ടം ഈശോയ്ക്കില്ല, വ്യഗ്രതയോടെയുള്ള പെരുമാറ്റം ഈശോയ്ക്കില്ല. ഈശോ വളരെ കൂളാണ്, വളരെ ശാന്തമാണ്, എന്നാൽ വളരെ അടുക്കും ചിട്ടയും. എല്ലാ രീതിയും ഈശോയുടെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈശോയുടെ ശൈലി മുഴുവനും നമുക്ക് ഒപ്പിയെടുക്കാവുന്നതാണ്. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ എത്രയാണെന്ന് വെച്ചിട്ടാ സഹിക്കുക, എത്രയാണെന്ന് വെച്ചിട്ടാ മനസ്സിൽ കൊണ്ടു നടക്കുക, ഒരു പരിധിയൊക്കെ കഴിയുമ്പം എല്ലാത്തിനും ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുകയല്ലേ. ചിലരിങ്ങനെയും ഉപദേശിക്കും, ബലൂണിൽ കാറ്റധികമായ പൊട്ടുകയല്ലേ സിസ്റ്ററെ, പറയണവരെ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരി, നീ എത്ര ഒച്ച വെച്ചാലും, നീ എത്ര കോപിച്ചാലും, നീ എത്ര ദേഷ്യപ്പെട്ടാലും ചില സമയത്ത് ഒരു പ്രയോജനവുമില്ല. നിൻ്റെ കുറച്ച് ആരോഗ്യം പോയി, കുറച്ച് സ്വരം പോയി എന്നല്ലാതെ ഒരു ഗുണവും അതിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല. ശാന്തമാകാം, മനസ്സ് ശാന്തമാകാം. ആ ശാന്തത കൊണ്ട് തന്നെ അവരെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ നമുക്ക് വേദന സമ്മാനിക്കുന്നവരെ ശാന്തത കൊണ്ട് തന്നെ നേടിയെടുക്കാം. വിശുദ്ധ ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വേദന സമ്മാനിച്ച, എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് എനിക്ക് വേദന സമ്മാനിച്ചവരോടൊക്കെ വളരെയധികം സ്നേഹമാണ് എനിക്ക് തോന്നുക. സാധാരണ എല്ലാവരോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അവരോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നാറുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വിശുദ്ധ ത്രേസ്യയെ അല്പമൊന്ന് മുറിപ്പെടുത്തിയാൽ കൂടുതൽ സ്നേഹം കിട്ടുമെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായെന്ന്.
ഒന്ന് മുറിപ്പെടുത്തിയാൽ മതി, കൂടുതൽ സ്നേഹം കിട്ടും. എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ശാന്തമായിട്ട് നമുക്ക് ഇടപെടാം. ഒരിക്കലും ഒരു സഹോദരൻ ആത്മീയ തലത്തിൽ ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷിത വേലകളിൽ വചനപ്രഘോഷണ മേഖലകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ അനുഭവം പറഞ്ഞത് ഞാൻ ഓർക്കാൻ. ഇങ്ങനെയാണ് പറഞ്ഞത്: കുഞ്ഞുനാളിൽ വലിയ മാരക പാപങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, അങ്ങനെയൊന്നും വഴിതെറ്റി പോകാൻ ഈശോ അനുവദിച്ചിട്ടില്ല, ഈശോ അങ്ങനെ കൈവിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ നന്നായിട്ട് മദ്യപിക്കുന്ന മനുഷ്യനാണ്, നന്നായിട്ട് മദ്യപിക്കും. അദ്ദേഹത്തിന് മദ്യം മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ ഭക്ഷണമൊന്നും വേണ്ട. വളരെ സാമ്പത്തിക ലാഭം ഒത്തിരിയുണ്ട്, കാരണം മദ്യത്തിന് മാത്രം പൈസ ചിലവാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട, ചായ പോലും വേണ്ട, കാപ്പി പോലും വേണ്ട, മദ്യം മാത്രം മതി, നേരം വെളുത്ത് വൈകുന്നേരം വരെ മദ്യം മാത്രം മതി. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ളൊരു അപ്പച്ചൻ്റെ മകനാണ് ഈ സഹോദരൻ. ഈ സഹോദരൻ ആകെയുള്ള മകനാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അല്ലെങ്കിൽ ഏക പെങ്ങളുടെ ഏക ആശ്രയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ ഈ മകനിലാണ്. ഒരു ദിവസം ഈ മകൻ്റെ കൂട്ടുകാർ സിഗരറ്റ് വലിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഒരു കൗതുകം ഉള്ളിൽ, എല്ലാവരും ചെയ്യുന്നതല്ലേ, അന്നൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞപ്പം കൂട്ടുകാർ പറഞ്ഞു, എടാ വീടെത്തുമ്പോഴേക്കും വായിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ആ മണമൊക്കെ മാറ്റിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പം അവർ ഒക്കെ മനസ്സിലാവും, അവർ പ്രശ്നമാകും. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സിഗരറ്റ് വലിക്കുമ്പം അത് മാറ്റാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വല്ല ചൂയിങ്കം വാങ്ങി വായിലിടും, അല്ലെങ്കിൽ മിഠായി വായിലിടും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടും. ഒരു ദിവസം സിഗരറ്റ് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തേണ്ട സമയമായി. പിന്നെ മണം മാറ്റണമെന്നുള്ള ചിന്തയൊക്കെ മറന്നുപോയി. ചെയ്ത് പരിചയമില്ലല്ലോ, പാപം ചെയ്ത് അധികം പരിചയമില്ല. അപ്പം അതുകൊണ്ട് മണം മാറ്റണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കൂ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. നേരെ വീട്ടിൽ ചെന്നു. അമ്മയ്ക്ക് ഒരിക്കലും ശ്രദ്ധിക്കാത്ത അമ്മ അന്ന് പെട്ടെന്ന് ഈ മകനെ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. നോക്കിയപ്പോൾ എന്തോ ഒരു പ്രത്യേകത അമ്മയ്ക്ക് മനസ്സിലായി. ഇവൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. പതുക്കെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ സിഗരറ്റ് വലിച്ചു അല്ലേ? അപ്പം ഇവൻ ഉടനെ പറഞ്ഞു, ഏയ് ഞാനൊന്നും വലിച്ചിട്ടില്ല. അങ്ങനെയാണല്ലോ, പെട്ടെന്നൊരു തെറ്റ് പിടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ പ്രതികരണം ഞാനോ, അയ്യോ, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അമ്മ ഒന്നുകൂടെ ശ്രദ്ധിച്ചു, ഒന്നുകൂടെ മണത്തു നോക്കി. മനസ്സിലായി, ഇത് പച്ചക്കള്ളാണ് ഈ പറയണത്. ഇവനിത് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് നുണ പറയാൻ. അമ്മ ഒരക്ഷരം മിണ്ടിയില്ല. അമ്മയുടെ കണ്ണെന്ന് പറയുന്നത് കണ്ടു. ഇവൻ നോക്കിയപ്പോൾ അമ്മ മാറി അവിടെ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരു നിൽപ്പ് നിന്നു. ഒന്നും മിണ്ടിയിട്ടില്ല, ഈശോയോടും പറയുന്നില്ല, മോനോടും മിണ്ടുന്നില്ല. അമ്മ പോയി കൈ കൂപ്പി പിടിച്ച് ഒറ്റ നിൽപ്പ്. പിന്നെ കണ്ടു കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വരികയാണ്. ഒരക്ഷരം ആ അമ്മ, മോൻ സിഗരറ്റ് വലിച്ചു അല്ലേ, മോൻ അമ്മയ്ക്ക് വേദന തന്നൂട്ടോ? ഇല്ല, അമ്മ ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ കണ്ണുനീര് കൊണ്ട് അമ്മ സംസാരിച്ചു. അമ്മ കണ്ണുനീര് കൊണ്ട് ദൈവത്തോടും മോനോടും സംസാരിച്ചു. ഇത് കണ്ട് പെങ്ങൾ വരികയാണ്. പെങ്ങൾക്ക് എന്തോ പന്തികേട് മനസ്സിലായി. പെങ്ങളും പെട്ടെന്ന് നല്ല ശ്രദ്ധയുള്ള പെങ്ങളാണ്, അവൾക്കും മനസ്സിലായി. അവളും പറഞ്ഞു, അത് ശരി, ആങ്ങളെയും ഇങ്ങനെയായില്ലേ, അപ്പച്ചൻ്റെ അതേ വഴിയിലേക്ക് ആങ്ങളെയും പോവുകയാണല്ലേ. അവളും വല്ലാണ്ട് കരഞ്ഞു. ആരും വഴക്ക് പറയുകയോ ബഹളം വയ്ക്കുകയോ വടിയെടുത്ത് അടിക്കാൻ പോവുകയോ അല്ലെങ്കിൽ കുറേ വഴക്ക് ബഹളം ഒച്ചപ്പാട് നത്തിങ് ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും അമ്മയും പെങ്ങളും ഒന്ന് കരഞ്ഞു. ഈ മകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടുകൂടെ സിഗരറ്റ് എന്നുള്ള സംഭവം ഫുൾ സ്റ്റോപ്പായി. കോമയല്ല, സെമിക്കോളനല്ല, ഫുൾ സ്റ്റോപ്പ്. പിന്നെ മേലാൽ അങ്ങനെ ഒരു സംഭവം തൊട്ടിട്ടേയില്ല. എന്തായാലും ദൈവം അവിടെ പ്രവർത്തിച്ചു. ശാന്തമായ സ്വഭാവം വലിയ മാറ്റങ്ങൾ നമ്മളിലും നമ്മുടെ കൂടെയുള്ളവരിലും വരുത്തും. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക: സൗമ്യമായ മറുപടി കോപത്തെ ശമിപ്പിക്കുന്നു. സൗമ്യമായിട്ട് മറുപടി പറയുമ്പം കോപം താനെ ഇല്ലാണ്ടാവും. ശാന്തമായിട്ടുള്ള മറുപടികളൊക്കെ കോപത്തെ താനെ ഇല്ലാതെയാക്കും. എത്ര ദേഷ്യപ്പെട്ടിപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആൾ വല്ലാത്ത അരിശത്തിലാണ്. നമുക്കറിയാം, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, വല്ലാണ്ട് അരിശത്തിൽ. ഇപ്പം എന്തെങ്കിലും മിണ്ടിക്കൊടുത്താൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, വലിയ അപകടം ഉണ്ടാവും. ആ സമയങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഒരക്ഷരം മിണ്ടിയേക്കല്ല്. ആ സ്ഥലത്തു നിന്ന് അങ്ങ് മാറിപ്പോണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പം സാവകാശം വന്ന് കാര്യങ്ങൾ വ്യക്തമായും എന്നാൽ വളരെ ശാന്തമായും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. അല്ലായെങ്കിൽ ആ വ്യക്തിയിലും തിന്മ കടന്ന് ആക്രമിക്കാം, നമ്മളെയും തിന്മ തകർക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വികാരങ്ങളുടെ തള്ളൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പോയാൽ അത് നമ്മളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തും. നമ്മൾ അതുവരെയും പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ഉപവാസം എടുത്ത് ത്യാഗം ചെയ്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് നേടിയെടുത്ത എല്ലാ കൃപയും
ഒറ്റ വാക്കുകൊണ്ട് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. സത്യമല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കോപിച്ച് സംസാരിച്ച് കഴിയുമ്പം പിന്നെ 2 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമോ? പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല. പിന്നെ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ കുമ്പസാരിക്കാനുള്ള തിരക്ക് കൂട്ടിപ്പോവും. പക്ഷെ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ ആ മണിക്കൂറുകൾ, ആ ദിവസങ്ങൾ എഴഞ്ഞ് വല്ലാതെ നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. സഹോദര, സഹോദരി, ശാന്തത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഏറെ സംഭവിക്കാം. ശാന്തത നഷ്ടപ്പെടും, വല്ലാതെ നഷ്ടപ്പെടും. ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കാണ്. വിവാഹത്തിൻ്റെ അന്ന് ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറയാൻ, സിസ്റ്ററെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. കല്യാണത്തിൻ്റെ അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച പോലെ ഒരു പെൺകുട്ടിയും പ്രാർത്ഥിച്ച് കാണുകയല്ല. എൻ്റെ ഈശോയെ എന്നാ വന്നാലും ഈ മനുഷ്യൻ്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. ഇയാൾ എന്നാ തരികട സ്വഭാവം കാണിച്ചാലും ഇയാളെ വിട്ട് ഞാൻ പോകുകയല്ല. മരിക്കുന്നോടം വരെ ഈ മനുഷ്യൻ്റെ കൂടെ മാത്രമേ ജീവിക്കത്തുള്ളൂ. അങ്ങനെ വലിയ തീരുമാനമൊക്കെ ഈശോയ്ക്ക് കൊടുത്ത് ഉപവാസവും ത്യാഗവും പരിഹാരവും പ്രാർത്ഥനയും അങ്ങനെ മാത്രം ചെയ്ത് ഒരുങ്ങി വന്ന് കല്യാണം കഴിച്ചാണ്. ആദ്യ രാത്രി മനസ്സിലായി ഇദ്ദേഹത്തെ പോലെ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാകുകയില്ല. അതുപോലെ മദ്യപിച്ചിട്ടാണ്. എങ്ങനെയാ താലി കെട്ടിയെന്ന് അറിയത്തില്ല സിസ്റ്റർ. അതുവരെയും ഞങ്ങളോട് പറഞ്ഞത് മദ്യം കണ്ടാൽ അതായത് മദ്യമാണോ എന്ന് പോലും തിരിച്ചറിയാത്ത എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കനായ മനുഷ്യൻ അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം മനസ്സിലായി ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ മദ്യം മാത്രമാണെങ്കിൽ പിന്നെയും സഹിക്കാം. ഈ സഹോദരി പറയാം, മദ്യമാണെങ്കിൽ സഹിക്കായിരുന്നു സിസ്റ്ററെ, ബാക്കിയുള്ള ജഡിക പാപങ്ങൾ അത് കണ്ടു നിൽക്കാൻ പറ്റുകയല്ല. കൺമുമ്പിൽ വന്നിട്ട് പാപം ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഒരിക്കലും നമ്മുടെ ഭാവനയിൽ കാണാൻ പറ്റാത്ത പോലെ എത്ര പറഞ്ഞാലും, എത്ര സ്നേഹിച്ചാലും, എത്ര തിരുത്തി കൊടുക്കാൻ നോക്കിയാലും, എത്ര മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിച്ചാലും ഒരിക്കലും ഈ മകനൊരു മാറ്റവും വന്നിട്ടില്ല. ഈ സഹോദരി പറയാം, സിസ്റ്ററെ ഞാൻ മടുത്തു തുടങ്ങി, ഒന്ന് പ്രാർത്ഥിക്കാവോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിൽ എല്ലാവരും നിർബന്ധിക്കുന്നു. മക്കൾ വേണ്ടാന്നാണ് അദ്ദേഹം പറയുക. ഈ ഭർത്താവ് പറയണത് മക്കൾ വേണ്ട, അങ്ങനെ യാതൊരു ചിന്ത പോലും മനുഷ്യനില്ല. എങ്ങനെ പറഞ്ഞാലും മക്കളെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ലെന്നാണ്. എന്നാൽ ബ്ലൂ ഫിലിമിൻ്റെ അഡിക്ഷനാണ്. വളരെ ജഡിക പാപങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ. ലഹരി വസ്തുക്കളുടെ ഒരു പരമ്പരയാണ് ഈ ജീവിതത്തിൽ. തെറ്റായ ബന്ധങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അതിന് ഒരു കയ്യും കണക്കുമില്ല. ഇത് മുഴുവൻ അറിയാവുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഭാര്യ മാറിയിരുന്ന് കരയുന്നു എന്നല്ലാതെ അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത്രയും വർഷങ്ങളായില്ലേ സിസ്റ്ററെ, എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഞാൻ സഹിക്കുക, എത്ര നാളായി സഹിക്കുന്നു. എൻ്റെ മനസ്സിൽ അല്പം പോലും വെറുപ്പ് ഈ മനുഷ്യനോട് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ തളരുന്നു, എൻ്റെ മനസ്സ് ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ബലം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ വീട്ടിലുള്ളവർ മുഴുവൻ ഡൈവോഴ്സിന് എന്നെ നിർബന്ധിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇല്ല, കുടുംബ പ്രാർത്ഥന ഇല്ല. എങ്ങനെ പറഞ്ഞാലും അവർ സമ്മതിക്കുകയില്ല. പ്രാർത്ഥന വേണ്ടാന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറയുക. പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. ഞായറാഴ്ച പള്ളി പോകുകയില്ല. കല്യാണത്തിൻ്റെ തലേദിവസം കണ്ട് അദ്ദേഹം കുമ്പസാരിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുമ്പസാരിക്കുന്ന കണ്ടിട്ടില്ല. പള്ളി കയറുകയല്ല ഈ മനുഷ്യൻ. ഞാൻ എങ്ങനെയാണ് സിസ്റ്റർ അവിടെ ജീവിക്കുക? ഇത്രയും വർഷം പിടിച്ചു നിന്നു, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സ് വല്ലാതെ തളരുന്നു, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഈ സഹോദരിയുടെ കണ്ണുനീര് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ആ സഹോദരിക്ക് വേണ്ടി. എൻ്റെ പ്രിയ സഹോദരി, ശാന്തത നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങൾ, പച്ചയായ ജീവിതാനുഭവങ്ങൾ ഏറെ നമുക്ക് സമ്മാനിക്കാം. പുറം ലോകം ഒന്നും അറിയല. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത സമ്മാനിക്കുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും ഏറെയാണ്. പുറം ലോകത്തോട് നമ്മൾ ഒന്നും പറയല, നമുക്കൊന്നും പറയാൻ ഇഷ്ടമില്ല, നമ്മൾ ആരും പറയാൻ ശ്രമിക്കാറുമില്ല. ഉള്ളിൽ ശാന്തത നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഏറെയാണ്. ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ ശാന്തത നഷ്ടപ്പെട്ടാൽ തന്നോട് തന്നെ ഒരു വെറുപ്പാണ്. ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു അവസരമാണത്. ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ അരുതാത്തത് ചിന്തിച്ചു പോയി, അല്ലെങ്കിൽ അരുതാത്തത് പ്രവർത്തിച്ചു പോയി, അരുതാത്തൊരു ചിന്ത മനസ്സിൽ വന്നു, അരുതാത്തൊരു ഭാവന മനസ്സിൽ വന്നു. പെട്ടെന്ന് നമ്മളോട് തന്നെ ഒരു അരിശം, അതെന്തേ ഇങ്ങനെ ആയിപ്പോയി, അതെന്തേ ഇങ്ങനെ സംഭവിച്ചു പോയി. ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല, അതെന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല. സത്യത്തിൽ ഈ ചിന്തകൾ നമ്മളിലുള്ള അഹന്തയാണ് അങ്ങനെ പറയിപ്പിക്കുക. സത്യമല്ലേ? വിശുദ്ധാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പറയുന്നത് എങ്ങനെ? ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെയൊന്നും പറയാറില്ലായിരുന്നു, പക്ഷേ ഞാൻ അങ്ങ് ചെയ്തു പോയി. അത് അഹങ്കാരത്തിൻ്റെ വാക്കുകളാണെന്നാണ് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു തരിക. മറിച്ച് ദൈവമേ, പാപിയായ എന്നിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇതിലപ്പുറം എന്ത് എനിക്ക് അർഹതയാണുള്ളത്? ഇങ്ങനെയൊക്കെ എളുപ്പം വീഴാവുന്ന, എളുപ്പം പാപത്തിലേക്ക് നയിക്കപ്പെടാവുന്ന എൻ്റെ ജീവിതം, അതിനല്ലേ എനിക്ക് അർഹതയുള്ളൂ, അതല്ലേ എന്നിൽ നിന്ന് സംഭവിക്കാനുള്ളൂ, അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ, എന്നിൽ നിന്ന് വരാനുള്ളത് അതല്ലേ ഉള്ളൂ. ദൈവമേ, കരുണയായിരിക്കണേ. അതാണ് എളിമയുള്ള ഒരു ജീവിതമെന്ന് വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരും.
സഹോദര സഹോദരി, നമ്മളോട് തന്നെ ദേഷ്യം തോന്നല്, നമ്മളോട് തന്നെ ഇഷ്ടക്കേട് തോന്നല്, പിന്തിരിഞ്ഞു പോകല്. ദൈവത്തിൽ ആശ്രയിക്കണം. വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നല്ല ചിന്തകൾ, ചീത്തയായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും, നെഗറ്റീവ് എനർജി നമുക്ക് തരുന്ന എല്ലാ അനുഭവങ്ങളും, ബോധ്യങ്ങളും, വാക്കുകളും അത് മനസ്സിൽ നിന്ന് പാഠം അയച്ചു കളയും. ചില വാക്കുകൾ കേൾക്കുമ്പം അത് മനസ്സിലിട്ട് ഇങ്ങനെ ധ്യാനിക്കാൻ തോന്നും. എന്നാലും ആ വ്യക്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സങ്കടം. വേറെ ആര് പറഞ്ഞാലും വിഷമമില്ലായിരുന്നു. അത് തന്നെ ഓർത്തോർത്ത് ആ വ്യക്തിയോടുള്ള അരിശത്തെ പ്രതി മറ്റുള്ളവരോട് പോലും ഇഷ്ടക്കേട് കാണിക്കാൻ, മറ്റുള്ളവരോട് പോലും നമ്മുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രീതികൾ അവർക്ക് കൂടെ മുറിവുണ്ടാക്കുന്ന രീതിയിൽ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ നമ്മോട് തന്നെയും ഇഷ്ടക്കേട് തോന്നല്, നമ്മോട് തന്നെയും ദേഷ്യം തോന്നല്. ദൈവത്തിൽ ആശ്രയിക്കണം. പ്രത്യാശ നഷ്ടപ്പെടുത്തല്, നിരാശ കൊണ്ട് നിറയ്ക്കല്. പിന്നെയോ പ്രതീക്ഷയും പ്രത്യാശയും മനസ്സിൽ നിറയ്ക്കുക. ഈശോ നിന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. വിശുദ്ധാത്മാക്കൾ അറിയോ, അവരൊക്കെ എത്ര വർഷങ്ങൾ, ചിലരൊക്കെ വർഷങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് ക്ഷമയെന്ന പുണ്യമൊക്കെ ഒന്ന് കിട്ടാൻ. ഒരു പുണ്യം നമ്മളിൽ വളർത്തണമെന്ന് ഈശോ ആഗ്രഹിച്ചാൽ, പ്രത്യേകിച്ച് ശാന്തത എന്ന പുണ്യമാണ് വളർത്തിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കണതെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ശാന്തമാകാനുള്ള അവസരങ്ങൾ ഈശോ ധാരാളം തരും. അങ്ങനെയാണ് ഈശോ പഠിപ്പിക്കുക. ശാന്തമാകാൻ, നിന്നെ ശാന്തതയിൽ വളർത്താൻ ഈശോ അതിനുള്ള അവസരങ്ങൾ ധാരാളം തരും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല. എന്തിനാണെന്നറിയോ, ആ ശാന്തത എന്ന പുണ്യം നിന്നിൽ വളരാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഒരുക്കി തരും. ചിലപ്പോൾ നിന്നെ പ്രകോപിപ്പിക്കും, ദേഷ്യപ്പെടുത്തും, കുറച്ചങ്ങ് സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കി തരും. വീണുപോകല്ല്. ശാന്തത എന്ന പുണ്യം വളർത്തിയെടുക്കാൻ ഏറെ പരിശ്രമിക്കാം. പുണ്യത്തിൽ വളരാൻ, കൃപയിൽ ജ്വലിക്കാൻ, അങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലൊരു പുണ്യമാണ് ശാന്തത. എളിമയുള്ള ശാന്തത പുണ്യങ്ങളുടെ പുണ്യമാണ്. അങ്ങനെയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുക. എളിമയുള്ള ശാന്തത പുണ്യങ്ങളുടെ പുണ്യം എന്ന് പറഞ്ഞാൽ, എളിമയുള്ള ശാന്തത എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. ശാന്തതയുള്ള മക്കളെ, ശാന്തതയുള്ള ആത്മാക്കളെ സ്വർഗത്തിന് വലിയ വില പിടിച്ച രത്നം പോലെയാണ്. വലിയ മാനിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരോട് സ്വർഗത്തിന് വലിയൊരു ആരാധന, എന്താ പറയുക, ഒരു സന്തോഷമാണ്, ഒരു സ്നേഹമാണ്. സ്വർഗവാസികൾക്കെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തത നിറയ്ക്കാം. പ്രതീക്ഷകൾ തകരുമ്പോഴും, അപകടങ്ങൾ വരുമ്പോഴും, പെട്ടെന്നുള്ള രോഗപീഠകൾ വരുമ്പോഴും മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെടാതിരിക്കട്ടെ. കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരൻ പ്രതികരിക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്നാണ് അറിഞ്ഞത് ക്യാൻസറാണ്, അത് ലാസ്റ്റ് സ്റ്റേജാണ്, അതുവരെ അറിഞ്ഞില്ലായിരുന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞത് ഇദ്ദേഹം വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ് എല്ലാവരോടും. ഡോക്ടറിനോട് പോലും പൊട്ടിത്തെറിക്കാണ്. ഡോക്ടറിനോട് അരിശപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഉള്ളിലെ അരിശവും സങ്കടവും അങ്ങ് പ്രതിഫലിച്ച് പോവാൻ മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ. ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം പതുക്കെ ശാന്തമായി. അത്രയും ദിവസങ്ങൾ പോലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എത്ര വലിയ ഞെരുക്കം വന്നാലും, എത്ര വലിയ പ്രതികൂല സാഹചര്യം വന്നാലും, എത്ര വലിയ ക്ലേശം വന്നാലും ശാന്തത നഷ്ടപ്പെടുത്തല്ല. ശാന്തശീലനായ ഈശോ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനാണ്, ഞാൻ വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുക. ഈശോ കൂടെ ഉണ്ടാവും, പഠിപ്പിച്ചു തരും, അടുത്തിരുത്തി പഠിപ്പിച്ചു തരും എങ്ങനെ ശാന്തമാകണമെന്ന്, എങ്ങനെ ശാന്തമായിട്ട് പെരുമാറണമെന്ന്. ആ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ശാന്തത എന്ന പുണ്യം ഈശോ ധാരാളമായി നമുക്കെല്ലാവർക്കും തരട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ശാന്തത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറെയുണ്ട്. ആരും കാണാതെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന അവസരങ്ങൾ ധാരാളമുണ്ട്. ചിലപ്പോഴെങ്കിലും അറിയാതെ പ്രതികരിച്ചു പോകാറുമുണ്ട്. യേശുവേ, ഹൃദയശാന്തത എന്നിൽ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും എല്ലായ്പ്പോഴും ശാന്തമായും മാന്യമായും പെരുമാറാൻ എന്നെ ഒരുക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തതയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി. സ്വർഗത്തിലെത്തുവോളം ശാന്തമാകാനും ശാന്തമായി സ്നേഹിക്കാനും അമ്മേ സഹായിക്കണേ ഞങ്ങളെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.